ഹലോ കൂട്ടുകാരെ, നയനം 8ാം ഭാഗത്തിലേക്ക് സ്വാഗതം. കുറേ സങ്കടങ്ങളിലൂടെ ഒന്ന് സഞ്ചരിച്ചു വന്നു. അപ്പം അതിൻ്റേതായ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബാക്കി ഞാൻ പറയാം. ഇപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. നയനം 8ാം ഭാഗത്തിലാണ്. അർജുന് നയനയെ വിലക്കെടുത്തു. പണം വാരി എറിഞ്ഞ് ഇപ്പോൾ അവൾ അവൻ്റെ അടിമയാണ്. അവൾ ആകെ ആശങ്കയിലായി. ബാക്കിയുള്ള പണത്തിനും ആവശ്യങ്ങളേറെയുണ്ട്. ഇപ്പോൾ നന്നായി ആലോചിച്ച് ചെയ്തില്ലെങ്കിൽ പിന്നെ ഒരു വരുമാനത്തിനായി നെട്ടോട്ടം ഓടേണ്ടി വരും. സാർ, ബാക്കി പണം എൻ്റെ കയ്യിൽ തന്നോളൂ, ചിന്തയിൽ നിന്നുണർന്നുകൊണ്ട് അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. അവളുടെ വില. അതോടൊപ്പം തന്നെ അധികം ചിന്തിക്കാൻ നിൽക്കാതെ അവൾ ആ കോൺട്രാക്റ്റ് സൈൻ ചെയ്ത് അവന് നേരെ നീട്ടി. ആഴത്തിൽ ചിന്തിച്ചാൽ തളർന്നു പോയേക്കും. തിരിച്ചോടാൻ മനസ്സ് വെമ്പൽ കൊണ്ടേക്കും. ആത്മാവില്ല ശരീരം പോൽ അവൾ അങ്ങനെ ഇരിപ്പ് തുടർന്നു. ഒരു പുഞ്ചിരിയോടെ അവൻ ചെക്ക് ലീഫ് എടുത്ത് തുക എഴുതി സൈൻ ചെയ്ത് തിരികെ അവൾക്ക് നേരെ നീട്ടി. ബഹളങ്ങളൊന്നുമില്ലാതെ വളരെ രഹസ്യമായൊരു ഉടമ്പടി. വരൂ സ്വീറ്റി, നമുക്ക് പോകാം. ഇപ്പോൾ കഴിഞ്ഞത് തങ്ങളുടെ വിവാഹമാണെന്നുള്ള ഭാവമായിരുന്നു അർജുൻ അപ്പോൾ. അവൻ മുറുകെ പിടിച്ച കൈത്തണ്ടയിൽ നോട്ടം പായിച്ചു കൊണ്ടവൾ അവൻ്റെ കൂടെ നടന്നു. ഗ്രൗണ്ട് ഫ്ലോറിലെ ആ വലിയ ഹാളിൻ്റെ നടുവിലൂടെ അവളുടെ കൈ പിടിച്ച് മുന്നോട്ട് പോകുന്നവനെ കമ്പനി സ്റ്റാഫുകൾ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് അന്തം വിട്ട് നോക്കി നിന്നു. കൈകളിൽ ഒതുങ്ങാതെ കവിഞ്ഞൊഴുകിയ പേപ്പർ പെട്ടികളുടെ കൂമ്പാരം താടിയോട് ചേർത്ത് മെല്ലെ ഒതുക്കി പിടിച്ചു വരുന്ന ഗൗതമിനെ ഒരു നിമിഷം പോലും ശ്രദ്ധിക്കാതെ അർജുൻ അവളുടെ കൈവിടാതെ ഹാളിലൂടെ മുന്നോട്ട് നീങ്ങി. മത്തായിച്ച. ഗൗതം പെട്ടികൾ ധൃതിയിൽ താഴെ വെച്ചു. നോക്കി വെള്ളം മറക്കണ്ട, അതവൻ്റെ അമ്മയുടെ കസിൻ സിസ്റ്റർ ആണെന്നാ പറഞ്ഞത്. മത്തായി അവർ കാറിൽ കയറുന്ന സീൻ വ്യക്തമായി കാണാനുള്ള കൊതിയോടെ കണ്ണട നെഞ്ചിൽ വെച്ചുരച്ച് ധരിച്ചു. അവൻ്റെ അമ്മയുടെ. എൻ്റെ പൊന്നു മത്തായിച്ച, കഴിഞ്ഞ ആഴ്ച ഫിനിക്സ് കോളേജിൽ നമ്മുടെ കമ്പനി നടത്തിയൊരു കോമ്പറ്റീഷൻ ഇല്ലേ, അതിലെ വിന്നറാണ് ആ പോയവൾ. അതീവ അരിശത്തോടെ ഗൗതം അയാളോട് കയർത്തു ചാടി. അറിയാടാ, അവന് ചുറ്റിപ്പിടിച്ചെടുത്ത ഏതെങ്കിലും വള്ളിക്കെട്ട് കേസാകുമെന്ന്. അവൻ്റെ തള്ളയോട് ഇതിനെക്കുറിച്ച് തിരക്കില്ലെന്നുള്ള അഹങ്കാരമാണ് ചെറുക്കന്. അർജുൻ്റെ കാർ മെയിൻ റോഡിലേക്ക് കടക്കുന്നത് നോക്കി അമർഷം തിളച്ചു മറിയുന്ന മുഖത്തോടെ രണ്ടുപേരും നിന്നു. ഇനി നിങ്ങളായിട്ട് ഈ കണ്ട കാര്യങ്ങളൊന്നും വിളിച്ചു പരത്തി ചുമ്മാ അവൻ്റെ കൈക്ക് പണിയുണ്ടാക്കാൻ നിൽക്കണ്ട. അവൻ എങ്ങനെ നടന്നാലും നമുക്കെന്താ? ജോലി ചെയ്യണം, സാലറി വാങ്ങണം, പോകണം, അത്രയുള്ളൂ കമ്മിറ്റ്മെൻറ്റ്. ഗൗതം ആ വാ പൊളിച്ചു നിൽക്കുന്നവൻ്റെ വാ കൈകൾ കൊണ്ട് അടപ്പിച്ചു കുടവയറിനൊരു ഇടിയും കൊടുത്തു. കുഞ്ഞുമോൾക്ക് കഞ്ഞി കൊടുത്ത ശേഷം മരുന്നെടുക്കാൻ ത്രേസ്യ പോയി. കോശി അവളുടെ അരികിൽ വന്നിരുന്നു. ആ നെറുകയിൽ തലോടി. എൻ്റെ പൊന്നുമോൾക്ക് നോവുന്നുണ്ടോ? അയാളുടെ സ്വരം ഗദ്ഗതം വന്ന് മൂടി. ഇല്ല അപ്പച്ച, മരുന്ന് കുടിക്കുമ്പോൾ വേദന ഒന്നും അറിയുന്നില്ല. എനിക്കിനി സ്കൂളിൽ പോകാമോ അപ്പച്ച? കുഞ്ഞുമോളുടെ മിഴികളിൽ പ്രതീക്ഷയുടെ തിരിനാളം തെളിഞ്ഞു. അതിനെന്നാ, എൻ്റെ കൊച്ചു പൊക്കോ. കോശി അവളെ നെഞ്ചോട് ചേർത്ത് മുടി കൈകൊണ്ട് കോതി കാതിനിടയിൽ ഒതുക്കി നെറുകയിൽ ചുംബിച്ചു. നിങ്ങൾ എന്നതാ അച്ചായ പറഞ്ഞു കൊടുക്കുന്നേ? 2 മാസം റെസ്റ്റ് പറഞ്ഞതല്ലേ ഡോക്ടറുകൾക്ക്? അതിനു മുമ്പേ സ്കൂളിൽ വിടാന്നൊക്കെ പറഞ്ഞാൽ ഇതുവരെ ചെയ്തതൊക്കെ വെറുതെ ആകില്ലേ? ത്രേസ്യ കുഞ്ഞുമോൾക്കുള്ള മരുന്ന് കയ്യിലെടുത്ത് കൊണ്ടുവന്നു. അവളൊരാഗ്രഹം പറഞ്ഞതല്ലേ, നമുക്കല്പം കാത്തു നോക്കാം കുഞ്ഞുമോളെ. അയാൾ അവളെ ആശ്വസിപ്പിച്ചു. നീ നയനക്കൊച്ചിനെ വിളിച്ചായിരുന്നോ? നിങ്ങൾ കടയിൽ പോയ സമയത്ത് ഞാൻ വിളിച്ചായിരുന്നു. ത്രേസ്യ ഗുളികകൾ ഓരോന്ന് തുറന്നെടുത്തു മകളുടെ കൈവെള്ളയിൽ വെച്ചു കൊടുത്തു. ഇനി ഒരു ബുദ്ധിമുട്ടും അവളോട് പറയരുത്. ഈ ചെറുപ്രായത്തിൽ നമുക്ക് ചെയ്തു തരാവുന്നതിൻ്റെ അങ്ങേയറ്റം അവൾ ചെയ്തു തന്നു. ഇനിയും അവളെ പരീക്ഷിച്ചൂടാ. നമ്മുടെ കുഞ്ഞ് പഠിക്കട്ടെ, പഠിച്ച് ജോലി വാങ്ങട്ടെ. അവളാണ് ഈ വീടിൻ്റെ വിളക്ക്, നമ്മുടെയൊക്കെ കാവൽ. കർത്താവ് നമ്മുടെ കൊച്ചിനെ കൈവിടുകയില്ല. പറഞ്ഞു മുഴുമിപ്പിച്ചതും തോളിലെ തോർത്തിൻ്റെ അറ്റത്ത് നിറഞ്ഞ മിഴികൾക്ക് ഒപ്പി കഠിനവ്യതയോടെ കോശി ആ ചെറുമുറിയിൽ നിന്ന് എഴുന്നേറ്റ് പോയി.
കടും നീല നിറത്തിലുള്ള ഉയർന്ന ഗേറ്റിനരികിൽ കാർ എത്തിയതും അർജുൻ റിമോട്ട് എടുത്ത് പുറത്തേക്ക് നീട്ടി പ്രസ് ചെയ്തു. പതിയെ ഇരുവശത്തേക്കുമായി തുറന്നു വരുന്ന ഗേറ്റ് കടന്ന് കാറ് മുന്നോട്ട് പോയി. അവർ മുന്നോട്ട് പോകുന്നേരം ആ ഗേറ്റ് അതേപോലെ അടയുന്നത് കണ്ട് നയനയുടെ ഉള്ളിൽ ഒരു കൊള്ളിയാൻ മിന്നി. ഇരുഭാഗത്തും ചെറിയ മതിൽക്കെട്ടുകളുണ്ട്. അതിൽ ചെടിച്ചട്ടികൾ നിരത്തി വെച്ചിരിക്കുന്നു. വലിയ ഇരുനില വീടിൻ്റെ മുൻപിൽ കാർ നിർത്തി. ഇതാണ് ഇനി നമ്മുടെ സ്വർഗം. ഇനി ഒരു വർഷക്കാലം നയന കഴിയാൻ പോകുന്നത് ഈ വീട്ടിലാണ്. നമുക്ക് പാർക്കാൻ ഞാൻ ഇന്നലെ വാങ്ങിയ അപ്പാർട്ട്മെൻറ്റാണിത്. കാറിൻ്റെ ഡോർ തുറന്നു. അവളെ തോളോട് ചേർത്ത് പിടിച്ചു. മിഴികൾ ആ വീടിന് ചുറ്റും പായിച്ചുകൊണ്ട് അർജുൻ പറയുന്നത് മൂകമായി അവൾ ശ്രവിച്ചു. നമ്മുടെ സ്വർഗത്തിൻ്റെ താക്കോൽ. അവൻ പോക്കറ്റിൽ നിന്നൊരു ചാവിക്കൂട്ടമെടുത്തു. നിറഞ്ഞ പുഞ്ചിരിയോടെ അതവൻ അവളുടെ കരങ്ങളിലേക്ക് വെച്ചു. വിറക്കുന്ന കൈവെള്ള നന്നേ ചൂട് പിടിച്ചിരിക്കുന്നു. തുറക്ക്. ആർദ്രമായി അവൻ്റെ ശബ്ദം. മിന്നുകെട്ടാതെ, കുരിശു വരക്കാതെ, അകത്തേക്ക് കൊണ്ടുപോകാൻ ഒരാളുടെ കൈത്താങ്ങിൻ്റെ പിൻബലമില്ലാതെ, കൂടെയുള്ളവൻ്റെ ഭാര്യയാകാതെ നയന ഒരു വീടിൻ്റെ ഭാഗമാകാൻ പോകുന്നു. കുറ്റബോധം കൊണ്ട് അവളുടെ ഹൃദയത്തിൻ്റെ ഒരു ഭാഗം അടർന്നു പോകും നോവിൽ അവൾ ആ വാതിൽ ചാവി തുറന്നു. ഇരുട്ട് നിറഞ്ഞ ആ വീട്ടിൽ അർജുൻ സ്വിച്ചുകൾ ഓരോന്നായി അമർത്തി ലൈറ്റുകൾ ഓണാക്കി. സീലിംഗ് റൂഫിൽ തെളിഞ്ഞ വലിയ ഗ്ലാസ് ക്രിസ്റ്റൽ തൂക്കുവിളക്കിൻ്റെ വെട്ടം അവിടമാകെ നിറഞ്ഞു. അതിൻ്റെ ശോഭ നയനയുടെ മുഖത്തും തെളിഞ്ഞു. ആ ഹാളും ഡിവൈഡിങ്ങിനപ്പുറമുള്ള ഡൈനിങ്ങും പല രൂപത്തിലുള്ള ബൾബുകളിൽ നിന്നുള്ള വെട്ടം കാണാം. എങ്ങനെയുണ്ട് നമ്മുടെ വീട്? ഇഷ്ടായോ? ചുറ്റും നോക്കി കണ്ടോടി. സോഫയിലിരുന്ന് സോക്സ് അയച്ചെടുക്കുന്നതിനിടെ പേടിച്ചൊതുങ്ങി നിൽക്കുന്നവളോട് അർജുൻ പറഞ്ഞു. എന്നാ സ്നേഹം എപ്പോഴാണ് ആജ്ഞയാകുന്നതെന്ന ഭീതിയിലാണ് ആ ഉള്ളവൾ. ആകെ അമ്പരന്ന് കൈകൾ ദേഹത്തോട് ചേർത്തു നിർത്തി വിറക്കുന്ന ചുണ്ടുകൾ കടിച്ചു പിടിച്ചു നിശ്ചലമായി പോയിരുന്നു അവളുടെ ദേഹം. സോഫയിൽ നിന്നും ചാടി എഴുന്നേറ്റ അർജുൻ കഴുത്തിനൊരു അയവ് നൽകി ഞൊട്ടയിട്ട ശേഷം നേരെ അവളുടെ അടുത്തേക്ക് ചെന്നു. പൂച്ചക്കുഞ്ഞിനെ വകവരുത്താൻ ഒരുങ്ങുന്ന ചെന്നായ്ക്ക് മുമ്പിൽ അകപ്പെട്ടു പോയവളെ പോലെ നയന ഭയന്ന് വിറച്ചു പിറകിലേക്ക് ചുവടുകൾ വെച്ചു. അവളിലെ ഭയവും വിറയലും അവനിൽ തീർക്കുന്ന ഉന്മാദം ക്രൂരമായ ഒരു നൃത്തം പോലെ അവൻ്റെ ഞരമ്പുകളിൽ ആളിപ്പടർന്നു. അവളുടെ നിസ്സഹായത അർജുൻ്റെ കണ്ണുകളിൽ വന്യമായ തിളക്കം നിറച്ചു. അത് ഭയമായിരുന്നില്ല, അതായിരുന്നു അവൻ്റെ വിജയം. പൊടുന്നനെ ചെന്നവൻ അവളുടെ തോളിൽ കൈയിട്ട് നെഞ്ചോട് ചേർത്തു. ഇങ്ങനെ പിടക്കല്ല പെണ്ണേ, നമുക്ക് ഈ വീടൊക്കെ ഒന്ന് ചുറ്റിക്കാണാം. അർജുൻ നേരെ പോയി ഡൈനിങ്ങിൻ്റെ ഭിത്തിയിലെ വാതിൽ തുറന്നു. ഇളം പച്ച നിറത്തിൽ രൂപകൽപ്പന ചെയ്ത മോഡുലാർ കിച്ചണിലേക്ക് അർജുൻ അവളെ കൂട്ടിക്കൊണ്ടുപോയി. മനോഹരമായി ഡിസൈൻ ചെയ്ത ക്യാബിനറ്റുകളും ഡ്രോയറുകളും. ഒന്നിലും കണ്ണുടക്കാതെ അവൻ്റെ കൈ കവചത്തിനകത്ത് അവൾ ചലനമില്ലാതെ നിന്നു. തനിക്ക് കുക്കിങ്ങിന് വേണ്ടതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അല്ല, തനിക്ക് വല്ലതും വെച്ച് വിളമ്പാൻ അറിയോ, അതോ ഞാൻ പട്ടിണി കിടന്ന് ചാവുമോ? ഫ്രിഡ്ജ് തുറന്നുകൊണ്ട് അവൻ തിരക്കി. ഹാളിലുള്ള ചെറിയ മുറിയും കൂടെ തുറന്നു കാണിച്ചു അർജുൻ നേരെ സ്റ്റെയർ കയറി. അവളെ ചേർത്തു പിടിച്ച കൈകൾ ഒരണുവിട അയവില്ലാതെ അവൻ അവളെ ചേർത്തു പിടിച്ചു. ഇടയ്ക്കിടെ നയനയുടെ മിഴികൾ അവൻ്റെ മുറുകിയ കരങ്ങളിലേക്കും ചെന്നു. മുകളിലെ ചെറിയ ഹാളിൽ നിന്നുള്ള 2 മുറികൾ, പിന്നെ ഒരു ബാൽക്കണി. നമ്മുടെ മുറി. അതിലൊരു മുറി തുറന്നു അകത്തേക്ക് പ്രവേശിക്കുന്നേരം അർജുൻ പറഞ്ഞു. താഴെ ഹാളിലുള്ള ബൾബുകളുടെ ചെറിയ രൂപത്തിലുള്ള ബൾബുകൾ കൊണ്ട് റൂഫിംഗ് ഗംഭീരമായി സീലിംഗ് ചെയ്തിട്ടുണ്ട്. മൃദുവായ വെളുത്ത മെത്തയിൽ പനിനീർ പൂക്കൾ കൊണ്ട് ഹൃദയത്തിൻ്റെ രൂപമുണ്ടാക്കി വെച്ചിരിക്കുന്നു. അതിനരികിൽ ബ്ലാങ്കറ്റ് ഉപയോഗിച്ചുണ്ടാക്കിയ 2 അരയന്നങ്ങൾ ചുണ്ടുകൾ ചേർത്ത് വെച്ചിരിക്കുന്നത് ആ കിടക്കയ്ക്ക് കൂടുതൽ ഭംഗി നൽകി. എല്ലാത്തിനും ഒരുങ്ങി തയ്യാറായി മുൻപിലൊരുത്തൻ. ഇറങ്ങി ഓടാൻ തോന്നി അവൾക്ക്.
ഇനി രക്ഷയില്ല. അവൻ്റെ മനസ്സൊന്നലിഞ്ഞാൽ, കൈവിട്ട് കളയാൻ അവന് തോന്നിയാൽ നയനയ്ക്ക് ഇനിയൊരു ലോകമുണ്ട്. എങ്ങനെയുണ്ട്? തൻ്റെ അഭിപ്രായം പറ. അർജുൻ ചിരിയോടെ അതെല്ലാം ഒന്ന് കണ്ണോടിച്ച് നോക്കി അവളിലേക്ക് തിരിഞ്ഞു. എടോ, ഒന്ന് ഉഷാറാക്, നമുക്ക് പൊളിക്കണ്ടേ? ഇനിയുള്ള മനോഹരയാമങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് നമുക്കൊരു ബാത്ത് ടുഗദർ ആയാലോ? അയ്യോ! അറിയാതൊരു നിലവിളി അവളിൽ നിന്നുയർന്നു. അത് കേട്ട് അർജുൻ അട്ടഹസിച്ചു. ആ ചിരി കണ്ട് പേടിയോടെ പിന്നിലേക്ക് ചുവട് വെച്ച് പോയവൾ ഭിത്തിയിൽ തട്ടി നിന്നിരുന്നു. രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് ഉറപ്പായിട്ടും അവൾ രക്ഷയ്ക്കായി ചുറ്റുമൊന്ന് പരതി. പതുങ്ങി പതുങ്ങി അവനും ആ അദ്ദേഹത്തിനരികിലെത്തി. ഓടിപ്പോകാതെ ഇരിക്കാൻ അവൻ്റെ കരങ്ങൾ അവൾക്ക് ഇരുവശത്തായി വെച്ചു. നിന്നെ എനിക്ക് വേണം പെണ്ണേ. അടുക്കും തോറും മത്ത് പിടിപ്പിക്കുന്ന എന്തോ ഒന്ന് നിന്നിലുണ്ട്. വല്ലാത്തൊരു മാന്ത്രികത. അതൊരു രാത്രി കൊണ്ട് അറിയില്ല. 1000 രാത്രിയും മതിയാകില്ല. നിന്റെ ഗന്ധത്തിൽ ആവാഹിച്ചെടുക്കണമെന്ന് എനിക്ക്. ആഗ്രഹിച്ചതൊക്കെയും കാൽ കീഴിലെത്തിച്ചിട്ടുണ്ട് ഈ അർജുൻ. നിന്നെയും നിഷ്പ്രയാസം നേടിയെടുക്കാൻ എനിക്ക് കഴിയും. പക്ഷേ അതൊരു വാശിപ്പുറത്താവരുത്. നിന്റെ മനസ്സോടെ ആവണം എന്നെനിക്ക് നിർബന്ധമുണ്ട്. അവൻ പറയുന്ന ഓരോ വാക്കുകൾക്കും തോൽവി അറിയാത്തവൻ്റെ ധാർഷ്ട്യമുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് ഡിന്നർ പുറത്തുനിന്ന് കഴിക്കാം. നാളെ തൊട്ട് താൻ അടുക്കളയിൽ കയറി ഉണ്ടാക്കണം. വികാരലഹരിയിൽ പതിഞ്ഞു പോയ അവൻ്റെ സ്വരം വളരെ പെട്ടെന്ന് ഉച്ചത്തിലായി. ആ കാണുന്ന കബോർഡിൽ തനിക്കുള്ള ഡ്രസ്സുണ്ട്. ഇഷ്ടമുള്ളത് നോക്കിയെടുത്തോ. അപ്പോഴേക്കും ഞാനൊന്ന് ഫ്രഷ് ആകാം. അന്താളിച്ച് നിൽക്കുന്നവളെ ഒന്നുകൂടെ അടിമുടി നോട്ടമിട്ട് വാഷ്റൂമിൽ കയറിയവൻ നയന അവൻ ചൂണ്ടിക്കാണിച്ച കബോർഡ് തുറന്നു നോക്കി. അവൻ്റെ കമ്പനിയുടെ വസ്ത്രങ്ങൾ വൃത്തിയായി മടക്കി വെച്ചിരിക്കുന്നു. ഇത്രയൊക്കെ ഒരുക്കങ്ങൾ നടത്താൻ അവനെ ആരൊക്കെയോ സഹായിച്ചിട്ടുണ്ട്. ഓരോ വസ്ത്രങ്ങൾ അവൾ കയ്യിലേക്കെടുത്തു നോക്കി. സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ പലവിധ വസ്ത്രങ്ങൾ. ചിലതൊക്കെ അവൾ ധരിക്കുന്നവയായിരുന്നു. നൈറ്റ് ഡ്രസ്സിന് തുല്യമായ ഡ്രസ്സുകളിലേക്ക് അവൾ നോക്കിയതുപോലുമില്ല. എന്താടോ, ഒന്നും പിടിച്ചില്ലേ? അവളെ കാണിക്കാൻ വേണ്ടി തന്നെ വളരെ നേർത്തൊരു ടവൽ, അതും തീർത്തും ഇറക്കമില്ലാത്തത് ധരിച്ചുകൊണ്ട് അർജുൻ വാഷ്റൂമിൽ നിന്നിറങ്ങി വന്നു. അവൻ്റെ ചർമ്മത്തിൽ പതിഞ്ഞ ഓരോ ജലത്തുള്ളിയും അവൻ്റെ ബലിഷ്ഠമായ നെഞ്ചിലെയും ചുമലിലെയും പേശികളിൽ തങ്ങി നിന്ന് വെളിച്ചത്തിൽ മിന്നി. അവൻ്റെ നനഞ്ഞ മുടികൾ നെറ്റിയിലേക്ക് വീണുകിടന്ന ഓരോ തുള്ളിയും താടിയിൽ ഇറ്റി താഴേക്കൊഴുകി. അത്രമേൽ വശ്യമായ ഏത് പെണ്ണും മോഹിച്ചു പോകുന്നൊരു പുരുഷ സൗന്ദര്യം. ആർദ്രമായ അവൻ്റെ ചർമ്മവും ബലിഷ്ഠമായ പേശികളും ഒന്നിനൊന്ന് ചേർന്നപ്പോൾ അവൻ്റെ ശരീരത്തിന് ഒരു ശില്പത്തിൻ്റെ പൂർണ്ണത കൈവന്ന പോലെയായിരുന്നു. അവൻ്റെ കൈത്തണ്ടയിലെയും നെഞ്ചിലെയും ചെറിയ രോമങ്ങളിൽ തങ്ങി നിന്ന വെള്ളത്തുള്ളികൾ അവൻ്റെ പുരുഷ സൗന്ദര്യത്തിന് കൂടുതൽ മാറ്റുകൂട്ടി. എന്നാൽ ആ കാഴ്ചകളൊന്നും മുൻപിൽ നിൽക്കുന്നവളുടെ രോമത്തിൽ പോലും ഏശിയില്ല. അവൻ തലയൊന്ന് കുടഞ്ഞപ്പോൾ അവൻ്റെ മുടിയകളിൽ നിന്നും മഞ്ഞുതുള്ളികൾ പോലെ വെള്ളം തെറിച്ചു അവളുടെ ദേഹമാകെ പടർന്നു. പരിഭ്രമത്തോടെ നയന അവനെ മിഴികൾ മാത്രം ഉയർത്തി നോക്കി. അവനോട് ഭയമാണെങ്കിലും വാർഡ്രോബിൽ ഡ്രസ്സുകളുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് നോക്കാൻ തെല്ലും ഭയമുണ്ടായില്ല. പെണ്ണ് തന്നെ ജാതി. സമയം കളയണ്ട, പോയി ഫ്രഷായി വാ. അവൾക്ക് ചേരുമെന്ന് തോന്നിയൊരു വസ്ത്രം എടുത്തുകൊണ്ട് അർജുൻ പറഞ്ഞു. താൻ ബുദ്ധിമുട്ടേണ്ട, ഞാൻ കുളിപ്പിച്ചു തരാം. അവൻ കൊടുത്ത വസ്ത്രം കയ്യിൽ ചുറ്റി പിടിച്ചു നിൽക്കുന്നവളുടെ അരികിലേക്ക് ചെന്ന് അവൻ പറഞ്ഞതും ഞൊടി നേരം കൊണ്ടവൾ വാഷ്റൂമിൽ കയറി വാതിലടച്ചിരുന്നു. കുളി കഴിഞ്ഞ് ഒരുങ്ങി വന്നവളെ തൻ്റെ നേർക്ക് പിടിച്ചവൻ. എന്നിട്ട് ഷെൽഫിൽ നിന്നൊരു ബോർഡ് എടുത്തു. അതിൽ പറ്റിപ്പിടിച്ച കറുത്ത കുഞ്ഞു പൊട്ടെടുത്ത് അവളുടെ പുരികക്കൊടികൾക്കിടയിൽ ശക്തിയായി പതിപ്പിച്ചതും അവളൊന്ന് ആടിപ്പോയിരുന്നു. എന്തോ എനിക്ക് വല്ലാത്തൊരിഷ്ടമാണിത് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ നെറുകയിൽ തിളങ്ങുന്ന മിഴികളോടെ ആഴത്തിൽ ചുംബിച്ചു.
കാമാസക്തി പുലരാത്ത വാത്സല്യം നിറഞ്ഞൊരു ചുംബനം. തുടരും. ആഹാ, അങ്ങനെ വേഗം വന്ന് അവർ സംഗമിക്കണ്ടല്ലോ. എന്ത് പറയുന്നു പിള്ളേരെ? ഇവരിങ്ങനെ ഈ ടോം ആൻഡ് ജെറി ടൈപ്പ് കളിച്ചുകൊണ്ടിരുന്നാൽ മതിയോ? അതോ നയന വേഗം അവനിലേക്ക് അറിയണോ? അർജുൻ നല്ല മനുഷ്യനാണെന്ന് തിരിച്ചറിയണോ? എന്താ വേണ്ടേ? അടുത്ത ഭാഗമായി അടുത്ത ദിവസം വരാട്ടോ. ടാറ്റാ.